ഹൈന്ദവ പുരാണമൊക്കെ പഠിക്കുമ്പോൾ അറിയാം ഈ 14 ലോകം ഉണ്ടെന്നാ. ആയിക്കോട്ടെ, ഇനി അത് പറഞ്ഞൊരു ഉടക്ക് വേണ്ട. 14, 24, 28 എത്രയുണ്ടല്ലോ ഞാനും അങ്ങ് യോജിക്കുക. എത്രയുണ്ടേലും കൊള്ളാം. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ച ദൈവം, അല്ലാതെ കോടാലി എറിഞ്ഞപ്പോ ഒന്നും ഉണ്ടായതല്ല. സ്കൂളിൽ പണ്ട് പഠിച്ചതാ. കോടാലി എടുത്ത് അവിടെ നിന്ന് ഒരു ഹെയർ, കോടാലി അങ്ങേ മൂല ചെന്നപ്പോൾ ഇതിങ്ങനെ അങ്ങനെ തന്നെ. നമ്മുടെ ഇല്ലല്ലോ ഒരു കോടാലി ഉണ്ടായിരുന്നാൽ മതിയായിരുന്നില്ല, ചെറിയ തലം. പിന്നെ ആലപ്പുഴ തീരദേശത്തോട്ട് പോയി 8 ഹെയർ നമുക്ക് 10 കിട്ടുകയാണെങ്കിൽ. അല്ല, പണ്ട് അങ്ങനെ സ്കൂളിൽ പഠിച്ചതാ. കന്യാകുമാരി ക്ഷിതിയാദിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പഠിച്ചതാ, കേരള രാജ്യമേ. പാരം കരിമ്പു പനസം മുളകേലം ഇഞ്ചി കേരം കവുങ്ങ് തളിർ വെറ്റില ഏത്തവാഴ ഈ രമ്യ വസ്തുതകൾ ചേർന്ന് വിളങ്ങുമീ നൽപാരാഗ്ര കൽപ്പതരുമണ്ഡിത നന്ദനാഭം. പണ്ട് പഠിച്ചതാ. ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഉറപ്പിച്ചും നിറപ്പിച്ചും പറയാ, ഇത് വേറാനും സൃഷ്ടിച്ചതല്ല, സർവജ്ഞനായ ദൈവം സൃഷ്ടിച്ചതായി. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പൊ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഭാഗ്യം ഈ സത്യദൈവത്തെ ഭജിക്കുക എന്നുള്ളതാണ്. അതാ സുവിശേഷം, യേശു ക്രിസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം വന്നത് കൊണ്ടാണല്ലോ സകല സ്ഥിതിക്ക് മാറ്റം വന്നത്. എല്ലാം പറയാൻ നേരമില്ല. കർത്താവിന് മഹത്വം. വിദ്യ അഭ്യസിക്കാനിടയായത് സുവിശേഷം വന്നത് കൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറ്റുകാലായിരുന്നൊരു കാലത്ത്. പള്ളിക്കൂടത്തിൽ ഇരുത്തുകയില്ല. അത് കുറച്ച് പേരൊക്കെ മാത്രം പഠിക്കും. തന്നെയല്ല, സംസ്കൃതം മിണ്ടിപ്പോകരുതെന്നാണ്. ഞാനും മിണ്ടിയാൽ അതൊക്കെ മിണ്ടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മിണ്ടരുത്. പാത്ത് നിന്ന് കേൾക്കുക പോലും ചെയ്യരുത്. കേട്ടാൽ ചെവിക്കകത്ത് ഈ ഒരുക്കി ഒഴിക്കും തള്ളേ. മിറ്റ പഠിക്കാൻ ചെല്ലുമ്പോൾ സംസ്കൃതം അവർ പറയുന്നെങ്ങാനും എന്നാൽ ഈ ഒരു ഉരുക്കി ഒഴിക്കും. ഉച്ചരിക്കരുത്, നാവ് പിഴുതെടുക്കും. കാരണം ദേവഭാഷയാണ്. ദേവഭാഷ അത് വേറെ ആരും കയറി ചൊല്ലരുത്. അത് അവർ ചൊല്ലിക്കോളും. ഏവമുക്തം കൃഷികേശം കൂടാകേശന പാരത അതിപൂതം കിം പ്രോക്ത ആദ്യ ദൈവം കിമുച്ഛത എന്നൊക്കെ അവർ ചൊല്ലിക്കോളും. സ്തോത്രം. മിണ്ടിപ്പോകരുത്. അപ്പം വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. വെള്ളത്തുണി കൊടുത്ത് നടക്കാൻ അനുവദിക്കുകയല്ല. റോഡിൽ കൂടെ പട്ടിക്കും പന്നിക്കും എല്ലാം നടക്കാം, മനുഷ്യനെ നടക്കാൻ മേല. ഇത്ര അടി ദൂരെ ഓരോ ജാതി, അങ്ങനെയുള്ള അയിത്തമുള്ള കാലം. ആശുപത്രിയിൽ എല്ലാവരെയും ഒന്നും കയറ്റുകയല്ല. ഇനി കയറിയാൽ തന്നെ പരിശോധിക്കുകയില്ല. അപ്പോത്തേക്കിരി അടുത്ത് വന്നിരുന്ന് പരിശോധിക്കത്തില്ല. കുടലുമൊക്കെ വെച്ച് നോക്കുകയില്ല, അങ്ങനെ നോക്കുകയില്ല. അതൊക്കെ വേറെ ആൾക്കാർ. മണ്ണും കണ്ടിട്ടില്ല. മരുന്നെല്ലാം കൂടെ കലയ്ക്ക് വയ്ക്കുക. എല്ലാവർക്കെല്ലാം ഇന്ന് കോരിയം കുടിക്കുക. 10 കുടം കൂട്ടുന്ന കുപ്പിക്കകത്ത് മണ്ണെണ്ണ കുപ്പി പോലെ കുപ്പിയായിട്ട് തള്ള വെളുപ്പിനെ അത് കോരി കൊണ്ടുവന്ന് അവിടെ മുതൽ കുലുക്കി കുടിച്ചാ ഈ വരുന്നത് കണ്ടിട്ടില്ലേ? ഇഷ്ടം പോലെ. അപ്പം അന്ന് ഇതൊന്നും അനുവദനീയമല്ല. ദൈവത്തിന് മഹത്വം. ആഭരണം ധരിക്കാൻ ഒക്കുകയില്ല. കല്ലുമാല അഥവാ ആഭരണം ധരിക്കാൻ ആൾക്കാരും താഴേക്കിടയിലുള്ളവർക്ക് പൂതി ഉണ്ടെങ്കിൽ കല്ലുകൊണ്ട് മാല. പിന്നെ വരിക്കപ്ലാവിൻ്റെ ആണ്ട ഇതുകൊണ്ട് അത് ചൊട്ട വരുന്നതിൻ്റെ അത് ഉണങ്ങിയത് കിട്ടും. ഉണങ്ങിയത് അത് വീട് താഴേക്കൊന്ന് ഉണങ്ങി നല്ല കട്ടിയ അത് കാതേൽ ഇടും. അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചരിത്രമായി പറയുന്നത്. ഇങ്ങനെയുള്ള കാലങ്ങൾ അവയവത്തിന് കരം കൊടുക്കണം. പണ്ടൊരു അമ്മയ്ക്ക് കരം കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് അവയവം ചെത്തിക്കൊടുത്ത ആ സ്ഥലത്തിന് ഇപ്പോഴും ആ അവയവത്തിൻ്റെ പേരാ ആലപ്പുഴയ്ക്കടുത്ത. അങ്ങനെയുള്ള കാലം. അടിമക്കച്ചവടം, അടിമച്ചന്തകൾ. അപ്പനെയും അമ്മയും മക്കളെയും കൂടെ കൊണ്ട് ചന്തയെ വില പറയും. മിണ്ടാനൊക്കത്തില്ല. ചിലർ അമ്മയെ മേടിച്ചുകൊണ്ട് പോകും, കൊച്ചുങ്ങളും അപ്പനെ നോക്കി നിൽക്കുക. ചിലടത്ത് അപ്പനെ പിടിച്ചുകൊണ്ട് പോകും, അമ്മയും മക്കളും നിശകരായിട്ട് നോക്കി നിൽക്കുക. മിണ്ടാനൊക്കത്തില്ല, കണ്ടിക്കും. അങ്ങനത്തെ കാലമാണ്. മാടോട് ചേർത്ത് മനുഷ്യനെ വെച്ച് കണ്ടം കൂട്ടി വിടുമ്പം ഇപ്പറേ മനുഷ്യനപ്പുറം മാട് കലമ്പ വെച്ച് വിടുക. മാട് കയറി പോകുമ്പോൾ മനുഷ്യനും പൊക്കണം. പോയില്ലേ പുറന്നിടുക, ചാട്ടയ്ക്ക് അടിക്കും. അടിക്കാൻ ആളിനെ അവിടെ നിർത്തിയിരിക്കുക. ഇങ്ങനെയുള്ള കാലം. നിങ്ങൾക്കിപ്പോൾ ഒരു കഥ പോലെ തോന്നുന്നത് അനുഭവിച്ചവരൊത്തിരി ഉണ്ട്. അങ്ങനെയുള്ള കാലം. പണ്ടൊരു സായിപ്പന്മാരുള്ള സമയമാണ്. റോഡിൽ കൂടെ ഇങ്ങനെ വില്ലുവണ്ടിയെ പോയപ്പോൾ കണ്ടത്തിൽ മനുഷ്യനും കാളയും കൂടെ ഉഴുന്നു. കണ്ട ഉഴവുക. സായിപ്പ് വണ്ടി അവിടെ നിർത്തി. ആ മാടിനോട് ചേർത്ത് നിന്ന് മനുഷ്യനെ ഇനി ഇവിടെ മാട് അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. പുള്ളി ആ ചേറിലൊക്കെ കുഴഞ്ഞൊരു കറുത്ത സത്വം, അങ്ങനെ പറയുന്നതാണ് നല്ലത്. പുള്ളിയെ പിടിച്ചോണ്ടെങ്കിൽ സായിപ്പ് കൊണ്ടുപോയി. കൊല്ലാൻ കൊണ്ടുപോയതല്ല, സായിപ്പ് ബംഗ്ലാവിൽ കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ച്, സോപ്പുമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച്, ഭക്ഷണമെല്ലാം കൊടുത്ത് സായിപ്പിൻ്റെ കൂടി ഇരുത്തി അക്ഷരം പഠിപ്പിച്ചു. സ്തോത്രം. അക്ഷരം പഠിപ്പിച്ചപ്പോൾ പുള്ളിക്ക് വിവരമുണ്ടായി. അതിലെ ആശാൻ പണ്ട് ഒരു പദം കൊടുത്തില്ല. അക്ഷരമെന്നതറിവില്ല ചാത്തന് യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരമെന്ന
അക്ഷരമെന്നതറിവില്ല ചാത്തന്, യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അക്ഷരമെന്നതറിവില്ല ചാത്തന്, യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അപ്പം അക്ഷരം അറിയത്തില്ല, വിദ്യാഭ്യാസമില്ല, അക്ഷരം അറിയാത്തത് കൊണ്ട് യക്ഷിയും പേയും എല്ലാം ദൈവമാണെന്നും പറഞ്ഞിരിക്കുക. യക്ഷി പേ പിടിച്ചതെല്ലാം ദൈവമാണെന്നും പറഞ്ഞിരിക്കുക, അക്ഷരം അറിയാൻ മേലാത്ത കൊണ്ടാണ്. അപ്പം തായ്പ് യവനെ കൊണ്ടുപോയി അക്ഷരമെല്ലാം പഠിപ്പിച്ചു, ഈ ഒക്കെ പഠിപ്പിച്ച് എല്ലാം മിടുക്കനാക്കി തായ്പ് ചെയ്ത കാര്യം, ഇത് ചരിഞ്ഞിരിക്കുന്നുണ്ട്, എല്ലാം ഉരുണ്ടുരുണ്ട് ഇങ്ങോട്ട് പോകുന്ന ഇത് പിടിച്ചു. അപ്പം അക്ഷരം പഠിപ്പിച്ചേച്ചേ വായിക്കാനും എഴുതാനും പഠിച്ചപ്പോൾ ഈ പുസ്തകം കൊടുത്തു. ആ പുസ്തകം കൊടുത്തപ്പം പുള്ളി പുസ്തകം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടോ. വായിക്കാൻ പഠിച്ചപ്പം ഗുണം കണ്ടോ? ഇതറിയാഞ്ഞത് കൊണ്ടാണ് ആശാൻ പറയുക യക്ഷിയും പേയും എല്ലാം ദൈവമാണെന്ന് പറഞ്ഞ് നടന്നതാണ്. വീട്ടിൽ കൊണ്ടുപോയി അക്ഷരം പഠിപ്പിച്ചപ്പം വിവരം വെച്ചപ്പം വേറെ പുസ്തകം കയ്യിലോട്ട് കൊടുത്ത് വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. അപ്പം ചാത്തന് മനസ്സിലായി ഒരു ദൈവമുണ്ട്, സകലത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, സകലത്തെയും നിർമ്മിച്ചൊരു ദൈവമുണ്ട്, ഏകസത്യ നിത്യ ദൈവമായ ഒരുവനുണ്ട്. സ്തോത്രം. അങ്ങനെ ചാത്തന് ബോധമുണ്ടായെന്ന പറയുന്നത്. പിന്നെ പേരുമൊക്കെ മാറ്റി, അതാ പിന്നെ ചാത്തൻ എന്നുള്ളത് ഒരു ചെറിയ ഭേദഗതി വരുത്തി. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അതെ, എന്തായാലും കൊള്ളാം. ഇങ്ങനെ അയിത്തമുള്ള കാലം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയല്ല, ഭക്ഷണം കഴിക്കത്തില്ല, അയിത്തമല്ലേ, പന്തിക്കിരിക്കുകയല്ല, ഭക്ഷണം കഴിക്കത്തില്ല, യാത്ര ചെയ്യത്തില്ല, വീടുകളിൽ കയറാനൊക്കത്തില്ല. വലിയ ആദ്യത്തവന്ന് അഭിമാനിക്കുന്നുണ്ട് വീട്ടിൽ കയറാൻ, മുറ്റത്ത് പോലും ചെല്ലാൻ യോഗ്യതയില്ല. ഇനി അഥവാ ഭക്ഷണം കൊടുത്താൽ അവിടെ അങ്ങ് ഇരുത്തുകയില്ല, അങ്ങ് മുറ്റത്തിന് ദൂരെ കുഴിക്കകത്ത് ഇലയെല്ലാം കൂട്ടി, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ഇല കൂട്ടി വെച്ച് അതിനകത്ത് കഞ്ഞി കൊടുക്കും. അത് തന്നെയല്ല, വളരെ ബുദ്ധിമുട്ടിയായി. ചിലരെ കരുണയില്ലാത്തവരുണ്ട്, കരുണയുള്ളവരുമുണ്ട്. എല്ലാ കാലത്തും കരുണയുള്ള ചിലരുണ്ടല്ലോ, അങ്ങനെയുള്ളവരുമുണ്ട്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 2 പേരെ, ഒരാളെ വള്ളം ഊന്നാൻ കൊണ്ടുപോയി. മുതലാളിയെ ഊന്നിക്കൊണ്ട് അങ്ങ് കുട്ടനാട്ടിൽ നിന്ന് കല്ലിശ്ശേരി ഭാഗത്തോട്ടാണ് വന്നേ, വലിയ മുതലാളിമാരാ. അപ്പം മുതലാളിയെ കൊണ്ടുവന്നിരുത്തിച്ച് പുള്ളി വള്ളത്തിൻ്റെ അവിടെ വന്നു. ഉച്ചയായപ്പം വിളിച്ചു, എടാ വന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ പഴയ തറവാടാണ്, വലിയ തിണ്ണയും ഒക്കെ ഉള്ള വീടാണ്. മുതലാളിമാർ 2 പേരും തിണ്ണ വലിയ മേശയുണ്ട്, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പം വീട്ടിലെ കൊച്ചമ്മ ഊന്നക്കാരനല്ലേ, അവനങ്ങ് ദൂരെ കൊണ്ട് കൊടുത്തു, മുടുത്ത പാത്രത്തിലാണ്. അപ്പം പാത്രം വലിയ മുടുത്തതാണ്. അങ്ങോട്ട് പോയപ്പം ഇവർ നോക്കിയപ്പോൾ അതെന്നാന്ന് ചോദിച്ചാൽ അവന് കഞ്ഞി കൊടുക്കാൻ പോകാമെന്ന്. അപ്പം കുട്ടനാട്ടിൽ നിന്ന് വന്ന മുതലാളിക്കും സന്തോഷമാണ്, മുടുത്ത പാത്രത്തിൽ അവന് കൊടുക്കുന്നത്. ആയിക്കോട്ടെ, 2 കൈയും പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ അവിടെ ഇരുന്ന് വിളിച്ചു. പഴയ ഭാഷയല്ലേ, അമ്പരാനെ ഇങ്ങോട്ടൊന്ന് വരണേ എന്ന് പറഞ്ഞു. എന്തുവാടാ കഞ്ഞി കുടിച്ചില്ലേ, ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ചെന്നുണ്ടെങ്കിൽ അവനെ തോളെ കിടന്ന തോർത്തെടുത്ത് ആരെയും ഒന്ന് ചുറ്റി വെച്ച് പറഞ്ഞു, കമലാക്ഷിയും പിള്ളേരെയും നോക്കിക്കോണം, ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു. കാരണം ഇവൻ കൈകൊണ്ട് തപ്പിയിട്ടൊന്നും പറ്റ് കിട്ടുന്നില്ല, ഇഷ്ടംപോലെ വെള്ളമാണ്, ഇവിടം വരെ വെള്ളമായി. അപ്പോൾ ഇനി മനസ്സിലായി ഇനി ഇറങ്ങാതെ പണി നടക്കുകയില്ല. അപ്പം അവൻ ചിന്തിച്ചത് സരസമാന്നേലും ഇതിനകത്ത് അങ്ങനെ ഇറങ്ങി വെള്ളം കുടിച്ച് ചത്തു പോയാൽ ആ തമ്പുരാനോട് പറഞ്ഞ് കമലാക്ഷിയും പിള്ളേരെയും നോക്കിക്കോണം, ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഇറങ്ങാൻ പോകണം. അല്ല അങ്ങനത്തെ കാലം ഉണ്ടെന്നായി പറഞ്ഞത്. അല്ല ഇപ്പോഴും നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ വേറെ കൃത്യമുള്ളവർ ഇല്ലേ? ആരും ഒന്നുമില്ല, എല്ലാം നല്ല ഗബ്രിയേൽ കുഞ്ഞുങ്ങളെല്ലാം വന്നിരിക്കുകയല്ലയോ. അത് പാടില്ല, ദൈവത്തിൻ്റെ മഹത്വം. അപ്പം ഇതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ മഹത്വം. ഞാനെപ്പോഴും ചൊല്ലുകയും പാടുകയും ചെയ്യും. പണ്ട് ചിങ്ങവനത്തെ ഞങ്ങളുടെ ഒരു പഴയൊരു അച്ചായനുണ്ടായിരുന്നു. ഈ ആശുപത്രിയിലെ ഈ വേണ്ടാതിന് വല്ലം കണ്ട് പുള്ളി ഒരു പാട്ടെഴുതി. ഈ സാധുക്കൾ ചെന്നാലൊന്നും പരിശോധിക്കുകയില്ല, മരുന്നൊന്നും കൊടുക്കുകയില്ല. അവർക്ക് കിട്ടേണ്ട മരുന്ന് ഇവർ വേറെ വഴി കൂടെ വിറ്റ് അവർ കാശടിക്കും. വേറെ ആൾക്കാർ വന്നാൽ അവർക്ക് മരുന്നൊക്കെ കൊടുക്കും. അപ്പോൾ പുള്ളി ഇതെല്ലാം കൂടെ കണ്ടേച്ച് ഒരു പാട്ടെഴുതി. ആശുപത്രികൾ ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തുഗതീവറും ആകുലം തീർപ്പാൻ എന്തു വഴി. അപ്പോൾ ഇങ്ങനെയുള്ള കാലമുണ്ടായിരുന്നു. ബാക്കി പാടുന്നില്ല, ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ ഈ കാലത്തിനും ഈ അനുഭവങ്ങൾക്കെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷമാണ്.
സുവിശേഷമാണെന്ന്. നേരും ചൊവ്വനും ജീവിക്കാനും വസ്ത്രം ധരിക്കാനും റോഡിൽ കൂടെ നടക്കുവാനും രണ്ടക്ഷരം കൂട്ടി വായിക്കാനും പള്ളിക്കൂടത്തിൽ പോകാനും വിദ്യ അഭ്യസിക്കുവാനും മാന്യമായിട്ട് ജീവിക്കുവാനും അവൻ ആശുപത്രിയിൽ പോകുവാനും വരാനും അവൻ ആ മാന്യന്മാരോട് ഇടപെടുവാനും അക്ഷരം പഠിക്കുവാനും ഒക്കെ ഇടയായതിന്റെ മുഖാന്തരം സുവിശേഷം വന്നതാ. അതുകൊണ്ട് എവിടെ ഉയർത്താൻ പറ്റുന്നതാ സുവിശേഷം, ആരോടും പറയാൻ പറ്റുന്നതാ സുവിശേഷം. ഇത് നിർബന്ധിച്ചൊന്നുമല്ല, കാര്യം പറയുക, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇതാരെ നിർബന്ധിക്കുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ഒന്നും കാര്യം അങ്ങ് പറയുക, ഇഷ്ടമുണ്ടെ അംഗീകരിക്കുക. അത് അവനവന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. സ്തോത്രം. ഇന്ന് വരെ നമ്മൾ പെന്തിക്കോസുകാര് ആരെയും നിർബന്ധിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടോ? രക്ഷിക്കപ്പെടാനില്ലേ കത്തി കയറ്റും. സ്തോത്രം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടില്ലേ അലവാങ്കൻ അടിച്ച് നിന്നെ തല തകർക്കും. ഒറ്റ ഉപദേശമാര് പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഏതേലും ഒരുത്തം പറഞ്ഞാൽ അവനെ നമ്മുടെ സ്ഥലത്ത് കൊണ്ടുപോകണം. ഏതാ? പാഷ അങ്ങ് കൊണ്ടുപോക്കണം. നമ്മുടെ സെൻറ്ററിലോ അല്ല ഈ കൊട്ടാരക്കല്ലോ ഏതേലും മട്ടൻ പറയുക, നീ യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ അലവാൻ കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുവന്ന് ഏതേലും മട്ടൻ പറഞ്ഞാൽ അവനെ സെൻറ്ററിൽ നിർത്തരുത്, ഈ താലൂക്കിൽ നിർത്തരുത്, നേരെ തിരുവനന്തപുരം സൈഡിലോട്ട് പൊക്കോണം. ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല, പറയത്തില്ല. അതല്ല നമ്മുടെ മാർഗം. ഇത് ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും അവനെ നിർബന്ധിച്ച് പറയുന്നില്ല. രക്ഷ സൗജന്യമാണ്. ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടുവരുന്നല്ലോ, ഭീഷണിപ്പെടുത്തി പറയണമെന്ന് പറഞ്ഞല്ലേ പറയിപ്പിക്കുന്നത്. തിരിച്ചേ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കല്ലേ. പറ, മുന്നേ നടക്കുന്ന കീഴായി വിളിക്കുന്നു, പിന്നെ നടക്കുന്ന കുന്തമായിട്ട് നടക്കുന്നു, സ്വോത്രം ഉപദ്രവിക്കുന്നു, തല്ലി. ഇത് തല്ലി പറയിപ്പിക്കുന്ന മാർഗമല്ല, ഇത് സന്തോഷത്തോടെ പറയേണ്ട മാർഗമാണ്. ഞാൻ ഇടയ്ക്ക് ഇപ്പൊ കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളു. നാളെ ആട്ടെ വിജപ്പാശപ്പമ്മ പ്രാള വഴിയോടി ഇത് ഇപ്പൊ എന്നാ ദൈവത്തിന് മഹത്വം. ഇത് നിർബന്ധം കൊണ്ടോ സമ്മർദ്ദത്താലല്ല. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സാക്ഷാൽ ദൈവം. ഇത് ഞങ്ങൾ അറിയിക്കുക. നിനക്ക് ഇഷ്ടമുണ്ടേ വിശ്വസിച്ചാൽ മതി. ഇത് നിർബന്ധമല്ല, സമ്മർദ്ദമല്ല, പരപ്രേരണ കൊണ്ടല്ല. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുക, സുവിശേഷം വന്നത്, അതിന് മാറ്റം വന്നത്. സ്തോത്രം, സ്തോത്രം. ആശാൻ പണ്ട് പാടിയല്ലോ. ആശാൻ എൻ കുമാരൻ ആശാൻ SNDP യോഗത്തിന്റെ പ്രഥമ അധ്യക്ഷനായിട്ടൊക്കെ ഇരുന്ന മഹാനായ ആ മഹാകവി എൻ കുമാരൻ ആശാൻ തോന്നക്കല്ലേ. അപ്പോൾ അനേകം ദുരവസ്ഥ, ഇവിടുത്തെ അവസ്ഥയെല്ലാം കണ്ട് എഴുതിയത് ആ ദുരവസ്ഥ, ഇവിടുത്തെ അവസ്ഥയൊക്കെ വല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ. അപ്പൊ അത് കണ്ട് എഴുതിയപ്പോൾ അതിലെ 1-2 വരിയുണ്ട് ഇങ്ങനെ: തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ, ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ, ഒട്ടല്ലകോ ജാതി കോമരങ്ങൾ. അപ്പോൾ ജാതിക്കോമരങ്ങൾ കലിതുള്ളിയ കാലം, അയിത്തമുള്ള കാലം, ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അധികം വിസ്തരിക്കുന്നില്ല. കർത്താവിന് മകത്ത് എവിടെയും ഉയർത്തുവാൻ, പറയുവാൻ, ഘോഷിപ്പാൻ പറ്റിയ ഒന്നേ ഉള്ളൂ സുവിശേഷം. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ മാർഗമാണ് സുവിശേഷം. എത്രയെത്ര തകർന്ന കുടുംബങ്ങൾ, എത്രയെത്ര മുടിഞ്ഞുപോയ കുടുംബങ്ങൾ ഈ സുവിശേഷത്താൽ രക്ഷപ്പെട്ടു. മദ്യപാനത്തിലും മെറിക്കൂത്തിലും പുകവലിയിൽ ലഹരി പദാർത്ഥത്തിലും പാപകൃതികളിലും അകപ്പെട്ട് കുടുംബമെല്ലാം കുളം തോണ്ട് നശിച്ച്, എൻ്റെ ഭാഷ പറഞ്ഞാൽ നശിച്ച് മുടിഞ്ഞ് നേരണക്കല്ല് പിടിച്ച കുടുംബങ്ങളെല്ലാം യേശുവിനെ എറിഞ്ഞ് രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. പ്രൈസ് ദി ലോർഡ്. എന്താ യേശുവിന്റെ വിശേഷത? നിങ്ങൾ ശ്രദ്ധിച്ച്, യേശുവിനെ പറ്റി അല്ലയോ ലോകം മുഴുവൻ, ലോകരാജ്യങ്ങൾ മുഴുവൻ യേശുവിനെ പറ്റി ഞാൻ പറയാനുണ്ട്. കടവൊക്കെ എടുത്ത് പറയുന്നതാ, എങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയാ. ദൈവത്തിന് മഹത്വം. യേശു ഒരൊറ്റ പുസ്തകം എഴുതിയിട്ടില്ല, പക്ഷെ യേശുവിനെ പറ്റി എന്തും വേണ്ട പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ പുസ്തകം യേശു. ആകെ കൂടെ യേശു എഴുതിയത് മണ്ണില്ല, ഇല്ല തള്ള വന്നപ്പോൾ അല്ലേ പക്ഷേ അള്ളനെ ഓടിച്ചവന്മാരെല്ലാം കൂടെ കൊണ്ടുവന്ന് ഗുരു ആദ്യം കല്ലെറിഞ്ഞ് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യണം. പിന്നെ ബേബി എറിയും, അവൻ പഴയ ഏറുകാരനാണ്. തങ്കച്ചനെറിയും, അവന് ഉന്നമുള്ളവനാണ്. ഇതൊക്കെ പറഞ്ഞായി നിൽക്കുന്നത്. അന്നേരം ആകെ കൂടെ യേശു എന്തുവാ എഴുതിയെന്ന് ഒന്നും പുസ്തകത്തിലില്ല.
അങ്ങനെ ഒരു എഴുത്തേ കാണുന്നുള്ളൂ. പക്ഷേ യേശുവിനെ പറ്റി അത് ലക്ഷക്കണക്കിന് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. അതാ യേശുവിൻ്റെ മഹിമ. സ്തോത്രം. ഞാൻ പറഞ്ഞ എഴുതണമെന്ന് ഓർത്തിരിക്കുക. സ്തോത്രം. പിന്നെ എത്ര പേരാ വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും സ്തോത്രം ഡോക്ടറും റവറൻറ്റും എല്ലാം അങ്ങ് എഴുതുകയല്ലേ. 10ാം ക്ലാസ്സിൽ തോറ്റ പുള്ളി എഴുതുക, പള്ളിക്കൂടത്തിൽ പോകാത്ത ആളും എഴുതുക. അതൊക്കെ അങ്ങനെ എഴുതുന്ന എല്ലാവരും അങ്ങ് എഴുതുക. യേശു ഇന്ന് വരെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. പക്ഷേ യേശുവിനെ പറ്റി കോടിക്കണക്കിന് പുസ്തകമാണ്. സ്തോത്രം. അതാ യേശുവിൻ്റെ മഹിമ. യേശു ഇന്ന് വരെ ഒരു പാട്ട് പാടിയതായിട്ട്, പിന്നെ ആകെ കൂടെ ഉള്ളത് സ്തോത്രം പാടിയിട്ട് ഒലിവുമലയ്ക്ക് പോയെന്നുണ്ട്. അല്ലാതെ പാട്ട് പാടിയതായിട്ട് ഇല്ല. യേശുവിനെ പറ്റി എന്തും വേണ്ട പാട്ടാ. അയ്യോ, എത്ര ഇപ്പോൾ ചുമ്മാ ഇരുന്ന് പിന്നെ എഴുതുന്നുണ്ടല്ലോ. നമ്മുടെ സഭയിലും പറയില്ലേ, ഭാഷ ഇന്നലെ രാത്രി ദൈവം തന്ന പാട്ടാ. ആട്ടെ, എന്തോ അമ്മാമ്മ, ഞാനങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു. അതള്ളയുടെ പാട്ട്. ഞാനങ്ങോട്ട് ചെന്ന് ഒട്ടാരക്കര വെച്ചായിരിക്കും. ഞാനങ്ങോട്ട് ചെന്നപ്പോൾ യേശു ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടല്ലോ, ഹല്ലേലൂയ. ഇതാ തള്ളയുടെ പാട്ട്. എന്നാലും പാട്ട് ഇമായിരുന്നു എഴുതുകയല്ലേ. യേശു ഇന്ന് വരെ ഒരു പാട്ട് എഴുതിയിട്ടില്ല. പക്ഷേ യേശുവിനെ പറ്റി എത്രയോ പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുക. അതാ യേശുവിൻ്റെ മഹിമ. ഇന്ന് വരെ ഒരു പുസ്തകം യേശു എഴുതിയിട്ടില്ല. പക്ഷേ യേശുവിനെ പറ്റി ഇപ്പോഴും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. യേശു ഇന്ന് വരെ ഒരു പാട്ട് എഴുതിയിട്ടില്ല. പക്ഷേ യേശുവിനെ പറ്റി ദൈവത്തിന് സ്തോത്രം. വന്നിട്ടു മിന്മാനവരെ ബോബസിൻ കാലായിൽ, വന്നിട്ടു മിന്മാനവരെ ബോബസിൻ കാലായിൽ, തൻ പകലിൽ വേല ചെയ്യും തൻ ജനത്തിൻ കൂടെ, തൻ ജനത്തിൻ കൂടെ. വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂതു ഭാഗ്യം വച്ചാൽ ബോബസിൻ കാലായിൽ. അതൊന്തേജം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂതു ഭാഗ്യം വച്ചാൽ ബോബസിൻ കാലായിൽ. എന്നതുമ്പോൾ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ, എന്നതുമ്പോൾ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ, നിങ്ങളിൽ വാതിൽക്കൽ നിന്ന് മുട്ടിടുന്നു നാഥൻ. എൻ മകനെ, എൻ മകളെ, എൻ മകനെ, എൻ മകളെ, എൻ മകനെ, വാതിൽ നീ തുറന്നിടുമോ ഇന്ന്? നാഥനു വസിപ്പാൻ, നാഥനു വസിപ്പാൻ. വന്നിടുമിൻ മാനവരെ ബോബസിൻ കാലായിൽ, തൻ വയലിൽ വേല ചെയ്യും തൻ ജനത്തിൻ കൂടെ, തൻ ജനത്തിൻ കൂടെ, തൻ ജനത്തിൻ കൂടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശുക്രിസ്തു എല്ലാവരും വലിയവൻ, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, യേശുക്രിസ്തു മാത്രം. ഇന്ന് പ്രസംഗം നിർത്തുക. 9 മതി. നാളെ നമുക്ക് നേരത്തെ തുടങ്ങാം. മുഖവര പറഞ്ഞതേ ഉള്ളൂ. നാളെ നമുക്ക് ബാക്കി ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. ചിലർക്ക് എന്നെ പറ്റി ഒരു ധാരണയുണ്ട്, അയാൾക്ക് ബോധവും വിവരവും ഉള്ളവനല്ല, സമയത്ത് നിർത്തുകയല്ല. ചില ബോധമുണ്ടെന്ന് പിടികിട്ടിയല്ലോ.